പാർട്ടിയുടെ അടിത്തറ നഷ്ടമായി എന്ന് CPM തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായെന്നും മന്ത്രിമാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നും CPM സെക്രട്ടേറിയറ്റിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. വിവരങ്ങളുമായി സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കുന്നത്? മോദി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യം CPM തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു വിശാലമായ നേതൃയോഗം ചേരാൻ CPM തീരുമാനിച്ചത്. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം ചേർന്നിരുന്നു. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇത്തരത്തിൽ ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് പ്രധാനമായും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റി. അതായത് സർക്കാരിന്റെ ഈ രണ്ടാം പിണറായി സർക്കാരിൽ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കം വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അവലോകന റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. പ്രത്യേകിച്ചും ധനകാര്യ മാനേജ്മെന്റ് കൃത്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്കെതിരെയും വിമർശനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും CPM വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വലിയ അടിത്തറ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും CPMന് വോട്ട് ചോർച്ച ഉണ്ടായി. അത് ഈഴവ വോട്ടുകളിൽ അത്തരത്തിലുള്ള ചോർച്ചയുണ്ടായി. അതോടൊപ്പം തന്നെ CPMനോടൊപ്പമുള്ള നായർ വിഭാഗത്തിലെ ഒരു വിഭാഗം വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ളതാണ് വിലയിരുത്തൽ. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ചേർന്നിരുന്നു. അതിൽ ഒരു വിമർശനം നഗരസഭയ്ക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും നഗരസഭയുടെ അഭിമാന പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി. എന്നാൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ, അതായത് സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. നേരത്തെ ഇതെല്ലാം നോക്കിക്കണ്ടിരുന്നതും നിയന്ത്രണം വഹിച്ചിരുന്നതുമെല്ലാം നഗരസഭയാണ്. പക്ഷേ ഈ ജനങ്ങളുടെ പ്രശ്നത്തിൽ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ പോലും നഗരസഭയ്ക്ക് ഇപ്പോൾ കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനമാണ് ചില അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കീഴ്ഘടകത്തിൽ മുൻപ് ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നില്ല എന്നൊരു വിമർശനവും ഉണ്ടായി. അതാണ് ജില്ലാ സെക്രട്ടറിയുടെ അടക്കം ഒരു തോൽവിയിലേക്ക്, പ്രത്യേകിച്ചും ഏറ്റവും അധികം അടിത്തറയുള്ള ആറ്റിങ്ങലിലെ അടക്കം തോൽവിയിലേക്ക് കാരണമായതെന്നും വിലയിരുത്തലുണ്ടായി. ശരി സ്റ്റെഫിൻ.